ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇതൊരു സാറ്റർഡേയുടെ ഒരു കുഞ്ഞ് മിനി വ്ളോഗാണ്. രാവിലെ എണീറ്റ് ആദ്യം തന്നെ ഞാൻ അടുക്കളയിൽ കയറി, കാരണം എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം തന്നെ ഓർത്തു ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ. കാരണം ഉപ്പുമാവ് ആകുമ്പോൾ നമുക്ക് ഒത്തിരി സമയം വേണ്ട, ഒത്തിരി സാധനങ്ങളും വേണ്ട, അതിൻ്റെ പ്രിപ്പറേഷനൊന്നും വലിയതായിട്ട് വേണ്ടല്ലോ. പിന്നെ ഒരു പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ റവ ഞാൻ ഇപ്രാവശ്യം വറുക്കാതാണ് കണ്ടെയ്നറിനകത്ത് എടുത്ത് വെച്ചത്. അല്ലാതെ എല്ലാ പ്രാവശ്യവും ഞാൻ റവ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാനല്ലേ ചേട്ടൻ ആരെങ്കിലും ഒക്കെ അത് നല്ലപോലെ വറുത്താണ് തണുത്തിട്ട് കണ്ടെയ്നറിനകത്ത് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ കൂടുതൽ എളുപ്പമല്ലേ നമുക്ക് ഉപ്പുമാവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ എടുത്ത് റവ നല്ലപോലെ വറുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിയും പച്ചമുളകും ഒക്കെ നല്ലപോലെ അരിഞ്ഞു. അല്ലാതെ ഞാൻ എല്ലാ പ്രാവശ്യവും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത് ഇഞ്ചിയൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ അടുത്ത് ഇഞ്ചി ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളിയും പച്ചമുളകും ഒക്കെ നല്ലപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. പക്ഷേ ഈ പച്ചമുളകിന് അത്രയ്ക്ക് എരിവില്ലാത്ത കാരണം ഞാൻ ഒരു ഫുള്ള് പച്ചമുളക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കരിയാപ്പല എടുക്കാൻ ഞാൻ ബാൽക്കണിയിൽ പോയി. കരിയാപ്പല തീർന്നിരിക്കുമായിരുന്നു, മേടിക്കാൻ പോയില്ലായിരുന്നു. അപ്പോൾ ഞാൻ തന്ന വീട്ടിൽ തന്നെ ഇച്ചിരി ഉണ്ട് ബാൽക്കണിയിൽ, ഒത്തിരി വലുതല്ല ഇച്ചിരി. അപ്പം ഞാൻ അതിൻ്റെ മേളത്തെ ഒടിച്ചത് എടുത്തത്. അത് മേളത്തെ ഒടിച്ചെടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞായിരുന്നു മേളിൽ നിന്ന് അങ്ങനെ ഒടിക്കല്, അടിവശത്തുനിന്ന് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ മേളത്തെ കാണാൻ നല്ല ഫ്രഷ് അല്ലേ, അപ്പം ഞാനതാണ് എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ചീനച്ചട്ടിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കണം. ഈ വെളിച്ചെണ്ണ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വെളിച്ചെണ്ണയായിരുന്നു. അതിനകത്ത് ഇച്ചിരി കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളകും കരിയാപ്പല എല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ ഇന്ന് എനിക്ക് ഒന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. ഞങ്ങൾ കുറേ ദിവസം അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ രാവിലെ ഞാനടുത്ത് വന്ന കിയാൻകുട്ടിനെ എങ്ങനെയും പെട്ടെന്ന് രാവിലെ എണീപ്പിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിയും ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എത്രയാണ് നമ്മൾ റവ എടുത്തത് അതനുസരിച്ച് ഞാനൊരു കപ്പ് റവ എടുത്തപ്പോൾ ഞാൻ അതിനകത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഈ വറുത്ത് വെച്ച് റവയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തു. അതായത് നല്ലപോലെ അത് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വേണ്ടി നല്ല സിമ്മിൽ അത് നിന്ന് അടച്ച് വെച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി തേങ്ങ ചിരണ്ടി ഇടുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. എനിക്ക് സമയമില്ലായിരുന്നു, അത് കാരണം ഞാൻ ചെയ്തില്ലൊന്നും. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഞാൻ റൂമിലോട്ട് പോയപ്പോൾ കിയാൻകുട്ടൻ അന്നേരം കിടന്ന് ഉറക്കമായിരുന്നു. അപ്പം ഞാനെടുത്ത് അവൻ ഉറങ്ങുമല്ലേ, അപ്പോഴത്തേക്ക് എനിക്ക് കുളിച്ച് റെഡിയാകാം. അത് കാരണം കുളിച്ച് കണ്ണൊക്കെ എഴുതി അതിൻ്റെ കൺമശെല്ലാം പോയിരിക്കുമായിരുന്നു. കാജൽ എനിക്ക് വേറെ മേടിക്കണം, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലുതായിട്ട് അതെനിക്കറിയത്തില്ല എന്നാ പറ്റിയെന്ന്. അത് കഴിഞ്ഞ് കിയാന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ മിസ്റ്റർ DIYയിലൊന്ന് പോയായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ചേട്ടനും സാധനം മേടിക്കുമായിരുന്നു. പിന്നെ എനിക്കും കിച്ചണിന് വേണ്ടി ക്യാബിനറ്റ്സിൻ്റെ ലോക്കൊക്കെ മേടിക്കണമായിരുന്നു. അവിടെ ചെന്ന് ഞാനൊരു ബോൾ എടുത്തു. ആ ബോളുമായിട്ടായിരുന്നു പിന്നെ ഫുൾ ടൈം കളി. അവനങ്ങനെയൊന്നുമില്ല, എവിടെ നിന്നെങ്കിലും ഒരു ബോൾ കിട്ടിയാൽ മതി, പിന്നെ ആൾ പിടിച്ചാലൊന്നും കിട്ടത്തില്ല. അത് കഴിഞ്ഞ് ഇവിടെ കുറേ നല്ല ഹെയർ ആക്സസറീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊന്നും മേടിക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു. പിന്നെ ഈ കീയുടെ ഇതൊരു ഞാൻ പെൻഡൻ്റ് ഉള്ളത് മേടിച്ചായിരുന്നു. പിന്നെ ഈ ഒരു സ്പൂൺ പോലത്തെ കാണാൻ നല്ല രസമാണ്, അത് കാരണം മേടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു. വലുതായിട്ട് വലിയ മിനി വ്ളോഗൊന്നുമല്ല, ജസ്റ്റ് ചുമ്മാ അത് അമ്പലത്തിൽ പോയി. പിന്നെ അമ്പലത്തിൽ പോയ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നേ. എന്നാൽ പിന്നെ കാണാം, ബൈ.